ഹലോ, വെൽക്കം ബാക്ക്. ഈ പോക്കിന് 3 ഉദ്ദേശമാണുള്ളത്. ഒന്ന് മിക്സി മേടിക്കണം, രണ്ടാമത് ഫോം മേടിക്കണം, പിന്നെ ഫുഡ് അടി, അതും കല്യാണ ഫുഡ്. ഞാൻ മിഞ്ഞാന്നൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ മെഹന്തിയുടെ, അപ്പോൾ ആളുടെ കല്യാണമാണ് ഇന്ന് രാത്രി. അങ്ങനെ നമ്മൾ ആദ്യം സിറ്റി സെൻറ്ററിൽ പോയി. മാംഗ്ലൂരുള്ള സിറ്റി സെൻറ്ററിലാണ് ആദ്യം പോയത്. അവിടെ നിന്നാണ് മിക്സിയും ഫോണും പർച്ചേസ് ചെയ്യാനുള്ളത്. അവിടെയാണെങ്കിൽ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ, സാന്റാക്ലോസ്, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് മോളൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു ചാറ്റ്സിൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു സേവ് പൂരി വാങ്ങിച്ച് വെച്ച് പിന്നെ നേരെ വിട്ടു നമ്മുടെ റിലയൻസിൻ്റെ സ്റ്റോറില്ലേ, അവിടേക്കാണ് പോയത്. അവിടുത്തെ ഫ്രിഡ്ജിൽ വെറുതെ ഇങ്ങനെ മക്കളുടെ വീഡിയോസ് പ്ലേ ചെയ്തപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. ഫ്രിഡ്ജിൽ എന്താ ഞങ്ങളുടെ വീഡിയോസ്, ഫ്രിഡ്ജിൽ യൂട്യൂബ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മോള്. അവിടെയും ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോം മേടിക്കാൻ പോയി. ഫോം മേടിച്ചത് അളിയനാണ് കേട്ടോ. സിസ്റ്ററുടെ ഹസ്ബൻഡിന് iPhone 15 മേടിച്ച്, അത് കഴിഞ്ഞിട്ട് മിക്സിയും മേടിച്ച്. ഈ ഫോൺ മേടിക്കൽ പ്ലാൻഡ് ഒന്നല്ല കേട്ടോ, അളിയനെ പെട്ടെന്ന് മേടിച്ചൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ അളിയൻ്റെ ഓൾഡ് ഫോണ് 2 പ്രാവശ്യം അപ്ഡേറ്റും ഉണ്ട്, ഗ്രീൻ ലൈനിൻ്റെ പ്രശ്നം ഉണ്ടായി. അത് ശരിയാക്കി മടുത്ത് കഴിഞ്ഞപ്പോഴാണ് അളിയൻ പുതിയ ഫോൺ മേടിക്കാനുള്ള തീരുമാനം എടുത്തത്. അങ്ങനെയാണ് ഈ 15 ഇപ്പോൾ മേടിക്കുന്നത്. അങ്ങനെ അവിടെ തല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടു കല്യാണ വീട്ടിലേക്ക്. വീട്ടിലല്ല കേട്ടോ, ഒരു റിസോർട്ടിലാണ് കല്യാണം. ഒരു റോയൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അങ്ങനെ അവിടെ എത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. നമ്മൾ പിന്നെ രാത്രി ആയതുകൊണ്ട് കുറേ നിൽക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കി. ഫുഡിന് തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ മെയിൻ സാധനം ഫുഡ് അടി. അവിടെ നല്ല ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വേറെ വ്ളോഗായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. Till then, thank you for watching. Bye bye.